നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ വിജയഗാഥ എന്താണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാനാണ്. അതായത് പണ്ടൊക്കെ എന്നെ ഡോക്ടർ എന്ന നിലയ്ക്ക് അവഗണിക്കുമ്പോൾ വാസ്തവത്തിൽ നഷ്ടം എനിക്കായിരുന്നു. എന്നാൽ ഇത്രയും വർഷത്തെ സേവനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെച്ചം എന്ന് പറയുന്നത് എന്നെ ഡോക്ടർ എന്ന നിലയ്ക്ക് അവഗണിക്കുമ്പോൾ അവഗണിക്കുന്ന ആൾക്കാർക്കാണ് നഷ്ടം എന്നുള്ള രീതിയിൽ വരുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ജനിച്ചത് വടവന്നൂർ പാലക്കൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ്. വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. സാധാരണ സ്കൂളിൽ, അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം തത്തമല്ലം SMHSലാണ് ഞാൻ പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് ചിറ്റൂർ കോളേജിൽ പ്രീ ഡിഗ്രിയും, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ, അതുപോലെ തന്നെ ഗ്രാജുവേഷനൊക്കെ പഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം എഴുതുന്ന ഒരാളായതുകൊണ്ട് സ്റ്റുഡൻറ് എഡിറ്ററായിരുന്നു, അതുപോലെ തന്നെ ചെയർമാനായിരുന്നു മറ്റൊരാളായിരുന്നു. സ്പോർട്സ് രംഗത്ത് അത്യാവശ്യമൊക്കെ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ചിറ്റൂർ കോളേജിലെ ഷട്ടിൽ ക്യാപ്റ്റനായിരുന്നു, അതുപോലെ സീസോ എന്ന വിന്നറായിരുന്നു, അതുപോലെ തന്നെ ചിറ്റൂർ കോളേജിലെ ഫുട്ബോളിലെ മെമ്പറായിരുന്നു. അത്യാവശ്യമൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം പറയാം, ഞാൻ തൊടുപുഴ കോളേജിൽ അധ്യാപകനായിട്ടാണ് തുടങ്ങിയത്. കാരണം പലപ്പോഴും പല ഡോക്ടർമാരും പറയാനായിട്ട് വിഷമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം എന്താണ് തുടക്കം എന്ന് പറയാനായിട്ട് ഞാൻ ഒരു തൊടുപുഴ കോളേജിൽ അധ്യാപകനായിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മരുന്ന് വിപണന രംഗത്ത് വരികയും ആ വിപണന രംഗത്ത് നിന്ന് വന്ന ശേഷം ആ മരുന്ന് കമ്പനിയുടെ ട്രെയിനിങ് വിഭാഗത്തിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വരികയും ആ കാലഘട്ടത്തിലാണ് ട്രെയിനിങ്ങിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തുടർപഠനം നടത്തുകയും ഞാൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ ഞാൻ PGDPC അതുപോലെ PGDDS ഒക്കെ ഹോസ്പിറ്റൽ കെയർ മാനേജ്മെൻറ്റിൽ നിന്നെടുക്കുകയും MDCയും അതുപോലെ തന്നെ PhDയും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എടുക്കുകയും ഫുൾ ടൈം ഒരു മനഃശാസ്ത്ര വിഭാഗത്തിൽ കൗൺസിലിംഗ് വിഭാഗത്തിൽ ചാർജ് എടുക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ഈ തുടങ്ങിയത് എന്ന് പറയുന്നത് നന്ദവനം ഹോസ്പിറ്റൽ ഒറ്റപ്പാലത്തായിരുന്നു. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് സാമൂഹിക പ്രവർത്തനത്തിൽ വളരെയധികം ഏർപ്പെടുകയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈക്കോളജിസ്റ്റായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പാലക്കാട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ജില്ലയുടെ സൈക്കോളജിസ്റ്റാണ്. NCCയുടെ ട്രെയിനറായിട്ട് മാറി. അതുപോലെ ഒത്തിരി നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാസ്റ്റർ ട്രെയിനറായിട്ട് മാറി. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 1998 കാലഘട്ടത്തിലാണ് ഐക്യ ഗുജറാത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഐക്യ ഗുജറാത്തിൽ നിന്ന് ഇന്ദിരത്തിന് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ കുറേ കൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി. ഒരു കോളേജിൽ സൈക്കോളജിക്കൽ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കൗൺസിലിംഗ് വിഭാഗത്തിൻ്റെ പ്രൊഫസറായിട്ട് ഞാൻ ചാർജ് എടുത്തു. ബാഗ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊഫസറായിട്ടാണ് ഞാൻ ചാർജ് എടുത്തത്. അവിടെ 3 കോളേജിൽ പ്രൊഫസറായിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിൽ സന്ദർഭവശാൽ പോലീസ് വുമൻസ് സെല്ലിൻ്റെ കൗൺസിലിംഗ് വിഭാഗത്തിൽ എനിക്ക് ചാർജ് എടുക്കാനായിട്ട് സാധിച്ചു. വെറും സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഹോണറേറിയം ഒന്നും വാങ്ങാതെ തന്നെ 8 വർഷത്തോളം പണിയെടുക്കേണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനറായിട്ട് ഞാൻ മാറി. അതുപോലെ IMGയുടെ ട്രെയിനറായി മാറി. ഒരുപാട് വുമൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. 8-9 കൊല്ലം കാലഘട്ടമായിരുന്നു. അതായത് ആയിരക്കണക്കിന് ദമ്പതിമാരെ യോജിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദമ്പതിമാരെ യോജിപ്പിക്കാനും അതുപോലെ തന്നെ വുമൻസ് സെന്റർ മുഖാന്തരമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ മരിച്ചവരുടെ, അതായത് പഠനത്തിന് വേണ്ടിയിട്ട് ബോഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരിതും അതുപോലെ തന്നെ അവയവദാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഏതാണ്ട് 800ഓളം അവയവദാനത്തിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കാനായിട്ട് കഴിഞ്ഞു. 6000-7000 കണ്ണുകൾ ദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. അതുപോലെ തന്നെ 2013-14 ഏറ്റവും കൂടുതൽ ദമ്പതിമാരെ യോജിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും സന്ദർഭവശാൽ ഈ പ്രോജക്റ്റ്
IMG അന്വേഷണത്തിന് വിധേയമായി കേരള ഗവൺമെന്റിന്റെ ഇന്നോവേഷൻ അവാർഡ് കിട്ടുകയും ചെയ്തു. കേരള ഗവൺമെന്റിന്റെ ഇന്നോവേഷൻ അവാർഡ് എനിക്ക് 2014 കിട്ടി. റെസിഡൻഷ്യൽ അസോസിയേഷൻ, മണപ്പുള്ളിക്കാർ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ അംഗങ്ങളെ ടോട്ടലായിട്ട് കണ്ണുകൾ ദാനം ചെയ്യുന്ന ഒരു കോളനിയാക്കിയിട്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കോളനിയാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു പ്രവർത്തനങ്ങൾ. അതിനു പുറമെ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ടോട്ടൽ കോളേജിലെ കുട്ടികളെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകുകയും അത് ടോട്ടലായിട്ട് കണ്ണുകൾ ദാനം ചെയ്യപ്പെടുന്ന ഒരു കോളേജായിട്ട് മാറി. ഇതിന് ഇടയിൽ 14,000-ഓളം ക്ലാസ്സുകൾ എടുക്കാനുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തനങ്ങൾ മാത്രമായിട്ടല്ല തുടർ പഠനങ്ങളും ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഡിഗ്രികൾ എന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡോളസെന്റ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്ന് മാത്രമല്ല ഇതുപോലെയുള്ള ഒത്തിരി യൂണിവേഴ്സിറ്റികളിലോ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല വേറെ യൂണിവേഴ്സിറ്റികളിലോ ഇന്ത്യക്ക് വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളിലോ ഒത്തിരി പ്രവർത്തിക്കാനും അവിടെ പ്രൊഫസറായി ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു. അതിന് ഒരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ മദൻ ഭണ്ഡാരി പൊക്കാറ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മദൻ ഭണ്ഡാരി കോളേജസിന്റെ പ്രൊഫസറായിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇത് നേപ്പാളിലാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ വെർച്വൽ യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ബൈബിൾ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. എന്തിനു പറയുന്നു, അടുത്ത ഈ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 ഇന്നോവേഷൻ അവാർഡ് കിട്ടിയെന്ന് പറയുകയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 2013-14 പ്രവർത്തനങ്ങളെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകരിക്കുകയും അത് ഒരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ റെക്കോർഡായിട്ട്, അതായത് ഒരു ലോക റെക്കോർഡായിട്ട് അംഗീകരിക്കപ്പെടുകയും അത് ഈയിടെ കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഇൻഡോറിൽ നിന്ന് എനിക്കൊരു അവാർഡ് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇപ്പോ മനഃശാസ്ത്ര വിഭാഗത്തില് ഹെഡായിട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് വിഭാഗത്തിലെ ഹെഡായിട്ട് പാലക്കാട് വെൽഫെയർ ഹോസ്പിറ്റൽ, പാലന ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ, ഒറ്റപ്പാലത്തെ നന്ദവരം ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നു. എന്ന് മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള NCPCRന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ഇപ്പൊ ചെയ്യുന്നു. ഇതൊക്കെ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ NCPCRന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ഇത് വളരെ ഭാഗ്യമായിട്ട് നമുക്ക് കരുതുന്നു. കാരണം ഒരുപാട് ജീവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. പത്രപ്രവർത്തന രംഗത്ത് ഞാൻ സജീവമാണ്. ചില പത്രത്തിന്റെ കോളമിസ്റ്റായിരുന്നു. ഇപ്പോൾ മനോരമ ആരോഗ്യ മാസികയിലും അതുപോലെ തന്നെ അക്ഷരദീപം എന്ന മാസികയിലും പതിവായിട്ട് എഴുതുന്നു. പുസ്തകവും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ പേര് മനഃശാസ്ത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. മക്കൾ എന്ന മന്ത്രം എന്നുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ്റെ അടുത്ത എൻ്റെ പുസ്തകം ഏതാണ്ട് റെഡിയായില്ല. കാരണം കൗൺസിലിംഗ് വിഭാഗത്തിൽ എൻ്റെ അനുഭവങ്ങളുമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല ലേഖനങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സന്ദേശമാണ് ഈ കൺക്ലൂഡിയിട്ട് എനിക്ക് പറയാനുള്ളത്. വഴികളില്ലെങ്കിൽ വഴികൾ വെട്ടണം. തീർച്ചയായിട്ടും വഴികളില്ലെങ്കിൽ വഴികൾ വെട്ടണം. നമ്മളെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താമെന്ന് പറയുന്നു. ഇതിനൊന്നും ഏജ് എന്ന് പറയുന്നത് ഒരു ബാരയല്ല. ഏജ് എന്ന് പറയുന്നത് ഞാൻ നിർത്തിയിട്ടാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏജ് ഈസ് നോ ബാർ എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിൽ അച്ചീവ് ചെയ്യാൻ. അതിനുവേണ്ടി ഞാൻ റിയലായിട്ടൊരു ഉദാഹരണം പറയാം. സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഗെയിംസ് രംഗത്ത് ഒരു 3-4 വർഷം മുമ്പ് ഞാൻ നേടിയ ഒരു കാര്യം, അത് വളരെ വലിയ രീതിയിൽ അതൊരു അഹങ്കാരമില്ലാതെ പറഞ്ഞൊരു കാര്യമാണ്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയെന്നുള്ളതാണ്. ഏതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശമായിട്ട് ഞാനിത് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നു. ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.